വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് ചോറുണ്ടാക്കുമ്പോൾ ഈ ടേസ്റ്റി ടൊമാറ്റോ റൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ലഞ്ച് ബോക്സിൽ ഒന്നും ബാക്കി വരില്ല. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള 1 കപ്പ് ബാസ്മതി റൈസാണ്. ഇത് 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ട ഉപ്പ്, നെയ്യ്, ഒരു ബേ ലീഫ്, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 4 വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കാശ്മീരി ചില്ലി പൗഡർ, എണ്ണ, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു ബേ ലീഫ്, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 4 ചതച്ച് വെച്ച വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്ത് 1 മിനിറ്റത്തേക്ക് സോട്ടേ ചെയ്യും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവോള ആഡ് ചെയ്ത് നല്ലോണം സോട്ടേ ചെയ്യും. സവോള സോഫ്റ്റ് ആവുന്നവരെ സോട്ടേ ചെയ്യണം. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ വേഗം വഴന്ന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യണത് ഇവിടെ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പിന്നെയും സോട്ടേ ചെയ്യുക. ഇനി നമ്മൾ 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്തിട്ട് നല്ലോണം സോട്ടേ ചെയ്യുക. ടൊമാറ്റോ നമ്മളൊരു 5-6 മിനിറ്റ് നല്ലോണം സോട്ടേ ചെയ്യണം. ഇതിലൊരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം. അത് മിക്സ് ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റ് നല്ലോണം സോട്ടേ ചെയ്യണം. ടൊമാറ്റോ നല്ലോണം വേവണം. അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ നല്ലോണം കുറയും ആൻഡ് ടൊമാറ്റോ നല്ലോണം വേവുന്ന കാണാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഡ്രെയിൻ ചെയ്ത് വെച്ചത് ബാസ്മതി റൈസാണ് ആഡ് ചെയ്യണേ. 1 കപ്പ് ബാസ്മതി റൈസിന് നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യണേ. ഇനി ഇത് മിക്സ് ചെയ്യുക. ഈ സ്റ്റേജിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ റൈസ്, വെജ് പുലാവ്, ബിരിയാണി ഇതിലൊക്കെ ഉപ്പ് ഒരു പൊടിക്ക് മുമ്പിൽ നിൽക്കണം, എന്നാലേ ചോറ് വെന്ത് വരുമ്പോൾ ഉപ്പുണ്ടാവുള്ളൂ. ഇനി നമ്മൾ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുകയാണ്. ഇടയ്ക്ക് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, സോ ദാറ്റ് ഈവനായിട്ട് കുക്കാവാനായിട്ട്. ഇനി പിന്നെയും അടച്ചു വെച്ചിട്ട് ചോറ് വേവുന്നവരെ, ഈ വെള്ളം മുഴുവൻ വറ്റുന്നവരെ കുക്ക് ചെയ്യുക. ഇനി തുറന്നിട്ട് വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട് ആൻഡ് ചോറ് വെന്തിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇതൊന്നും അനക്കില്ല, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും നമ്മുടെ ചോറ്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ തുറക്കുകയുള്ളൂ. ഗ്യാസ് നമ്മുടെ ഓഫാണ്. 15 മിനിറ്റ്സ് കഴിഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നമ്മളിനി അതിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുക. എന്നിട്ടൊരു ഫോക്ക് വെച്ചിട്ടാണ് പതുക്കെ നമ്മൾ ഈ ചോറ് മാറ്റിക്കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ചോറ് നല്ല ഭംഗിയായിട്ട് കിട്ടും. നമുക്ക് ടൊമാറ്റോ റൈസ് ഒന്നും ഒട്ടാതെ എല്ലാ ചോറും വിട്ടിരിക്കും. നല്ല ടേസ്റ്റി ആൻഡ് ഗുഡ് ലുക്കിംഗ് ടൊമാറ്റോ റൈസ് ആയിരിക്കും. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് ആൻഡ് ഞാൻ ബ്ലോഗ് ചെയ്ത സമയത്ത് ഒരു വെരി പോപ്പുലർ റെസിപ്പിയാണ് എൻ്റെ ബ്ലോഗിൽ. ഇത് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.